നമസ്കാരം. ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ സർജറി കൂടാതെ മാറ്റുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് നമുക്കറിയാം. അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ഈ അടുത്ത കാലങ്ങളിലായി വളരെ പുരോഗതി പ്രാപിച്ച ഒരു ഏരിയയാണ്. ഒരുപാട് അഡ്വാൻസസ് വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ കോംപ്ലക്സിറ്റിയുള്ള എല്ലാ സങ്കീർണതയിലുള്ള ഹാർട്ടിലെ ബ്ലോക്കുകൾ മാറ്റാൻ ഉതകുന്ന സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആൻജിയോപ്ലാസ്റ്റികളിൽ പലതും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രൊസീജിയേഴ്സായി മാറുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റികൾ എങ്ങനെ വളരെ ഫലപ്രദമായി അതേസമയം തന്നെ രോഗിക്ക് വളരെ സേഫായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കുറച്ച് ആശയങ്ങളുടെ ചിന്താധാരയിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ ഒരു ഇതാണ് ചിപ്പ് എന്ന് പറയുന്നത്. ചിപ്പ് ആൻജിയോപ്ലാസ്റ്റി. ചിപ്പ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഹൈ റിസ്ക് ഇൻ്റർവെൻഷണൽ പ്രൊസീജിയർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ എന്താണ് ചിപ്പ് ആൻജിയോപ്ലാസ്റ്റി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ആദ്യം എപ്പോഴാണ് ഒരു കേസിനെ നമ്മൾ ചിപ്പ് എന്ന ഒരു ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ സങ്കീർണത ഉള്ളതായിട്ട് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ രണ്ട് ഘടകങ്ങൾ ഇതിനെ കോംപ്ലക്സ് ആക്കാം. ഒന്ന് രോഗിയോട് സംബന്ധിച്ചുള്ള ഘടകങ്ങൾ, അതായത് അല്ലെങ്കിൽ ആ രോഗിയുടെ ബ്ലോക്കിൻ്റെ അനാട്ടമി അല്ലെ അതിൻ്റെ ബ്ലോക്കിൻ്റെ സ്വഭാവം അനുസരിച്ചുണ്ടാകുന്ന സങ്കീർണതകൾ. രോഗിയെ സംബന്ധിച്ചുള്ള സങ്കീർണതകൾ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏജ് 75-80 വയസ്സിനൊക്കെ മുകളിലുള്ള രോഗികൾ. രണ്ടാമത് മറ്റ് അസുഖങ്ങളുള്ള രോഗികൾ, അതായത് കിഡ്നിയുടെ അസുഖം അല്ലെങ്കിൽ ലിവറിൻ്റെ അസുഖം, അതുപോലെ തന്നെ ഹാർട്ടിന് തന്നെ ബ്ലോക്ക് അല്ലാതെ ഹാർട്ട് ഫെയിലർ, പമ്പിങ് ഫെയിലർ ഉള്ള രോഗികൾ, വാൽവിൻ്റെ അസുഖമുള്ള രോഗികൾ, നെഞ്ചിടിപ്പിലെ വ്യതിയാനങ്ങൾ, ക്ലോട്ടിങ് പ്രശ്നങ്ങളൊക്കെ ഉള്ള രോഗികൾ. അതെല്ലാം രോഗി സംബന്ധിച്ച് പ്രൊസീജിയറിൻ്റെ റിസ്ക് കൂട്ടുന്ന ഘടകങ്ങളാണ്. ഇതേപോലെ തന്നെ ഈ ബ്ലോക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ ചിപ്പ് ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് നമ്മൾ കരുതേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന്, വളരെ പഴക്കം ചേറിയ 100% അടഞ്ഞ ബ്ലോക്കുകൾ, CTOs എന്ന് പറയുന്ന ടൈപ്പ് ബ്ലോക്കുകൾ തുറക്കുന്നതിന് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ കാൽസ്യം അടിഞ്ഞ ബ്ലോക്കുകൾ. കാൽസ്യം ഒരു ലേറ്റ് സ്റ്റേജ് ബ്ലോക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് അടിഞ്ഞ കടുത്ത കാൽസ്യം വന്ന ബ്ലോക്കുകൾ. അതുപോലെ പ്രധാനപ്പെട്ട രക്തക്കുഴലുകളുടെ തുടക്കത്തിലും അത് രണ്ടായി വിഭജിക്കുന്ന ഭാഗത്തും ഉണ്ടാകുന്ന ബ്ലോക്കുകൾ, നീളം കൂടിയ ബ്ലോക്കുകൾ, എണ്ണം കൂടിയ ബ്ലോക്കുകൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ആൻജിയോപ്ലാസ്റ്റി, ഒരു സാധാരണ നമ്മൾ പറയുന്ന ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ കോംപ്ലക്സ് പ്രൊസീജിയറായിട്ട് മാറ്റും. ഇതെല്ലാമാണ് ആ പ്രൊസീജിയറിനെ നമ്മൾ ചിപ്പ് ആൻജിയോപ്ലാസ്റ്റി എന്ന് ഉള്ള ഒരു ഗണത്തിൽപ്പെട്ട് പ്രത്യേക പരിഗണന നൽകേണ്ടി വരുന്ന സാഹചര്യം. ഒരു ചിപ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, ആ ചെയ്യുന്ന സെൻറ്ററും അതിൻ്റെ എക്സ്പെർട്ടൈസുള്ള സ്റ്റാഫ് ആൻഡ് ഡോക്ടേഴ്സും. ഒന്നാമത്, ഇത്തരം കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ നമുക്ക് കുറച്ചധികം സംവിധാനങ്ങൾ ആവശ്യമായിട്ട് വരും. അതായത് ഒരു 24/7 thoracic സർജറി സപ്പോർട്ടുള്ള സ്ഥലമായിരിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് മറ്റ് സ്പെഷ്യാലിറ്റീസ്, അതായത് ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റീസ്, കാർഡിയാക് അനസ്തീഷ്യ, നെഫ്രോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, ഇതിലെല്ലാം അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഡീല് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള സ്ഥലമായിരിക്കണം. പിന്നെ മെയിൻ കാത്ത് ലാബിൻ്റെ ടീം, അതായത് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, നഴ്സസ്, ടെക്നീഷ്യൻസ്, ഇവരെല്ലാം ഇതിൽ പ്രത്യേകം പ്രാവീണ്യം ലഭിച്ചവരായിരിക്കണം, പ്രത്യേക ട്രെയിനിങ് ഉണ്ടായിരുന്നവരായിരിക്കണം. പിന്നെ ചില ടെക്നിക്കൽ അഡീഷണലായിട്ട് നമുക്ക് വേണ്ട, സാധാരണ കാത്ത് ലാബുകളിൽ പലതും ഉള്ളതാണ്, പക്ഷേ എന്നാലും ചിപ്പ് ആൻജിയോപ്ലാസ്റ്റിക്ക് മസ്റ്റായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻട്രാവാസ്കുലർ ഇമേജിംഗ് എന്ന് പറയും. നമ്മൾ രക്തക്കുഴലിൻ്റെ അകത്ത് പോയിട്ട് രക്തക്കുഴലിൻ്റെ ബ്ലോക്കിൻ്റെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഐവസ്, OCT മുതലായ സാഹചര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആവശ്യം വരും. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രിസിഷൻ കൊണ്ടുവരാനായിട്ട് ഈ ഉപകരണങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ കാൽഷ്യം മോഡിഫൈ ചെയ്യാനുള്ള ടൂളുകൾ, പ്രത്യേക തരത്തിലുള്ള ബലൂണുകൾ, റൊട്ടേഷണൽ അത്തറക്ടമി, ഓർബിറ്റൽ അത്തറക്ടമി, ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി, IVL എന്ന് പറയുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഉപകരണങ്ങൾ അഡീഷണലായിട്ട് നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ കുറഞ്ഞ, BP കുറവുള്ള രോഗികളിൽ നമുക്ക് IABP, ഇംബെല്ല, എക്മോ മുതലായ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ടെക്നോളജികൾ ഇത്തരം കേസുകളിൽ പലപ്പോഴും ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനുതകുന്ന സംവിധാനങ്ങളും ഇതിൽ ആവശ്യമാണ്. ചുരുക്കത്തിൽ, നേരത്തെ പലപ്പോഴും ബൈപ്പാസ് മാത്രം ഒരു സൊല്യൂഷനായിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും ബൈപ്പാസ് പോലും പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കുകൾ ഒന്നുകിൽ രോഗിയുടെ ആരോഗ്യാവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ തീവ്രത കൊണ്ട് അങ്ങനെയുള്ള രോഗികൾക്ക് ഒരു പ്രത്യാശ നൽകുന്ന
രീതിയിൽ വളരെ സേഫായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ചിപ്പ് ആൻജിയോപ്ലാസ്റ്റി. താങ്ക് യു.